ടിനി ടോമിനെതിരായ പരാതിയിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി അൻസിബ. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിക്കും. ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. അൻസിബയുടെ പരാതി അമ്മയിലെ ആഭ്യന്തര തർക്കമെന്ന് പോലീസ് കോടതിയിൽ. 3 മണിക്കൂർ അൻസിബയെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിട്ടില്ല. വനിതാ SI രേഷ്മയ്ക്കെതിരെ കേസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പോലീസ് അറിയിച്ചു. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഈ മതപരിവർത്തനം, ജിഹാദി പരാമർശം, ഇതൊക്കെയാണ് അൻസിബ ടിനി ടോമിനെതിരെ ആരോപിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ടിനി ടോമിനും ശ്വേതാ മേനോനുമൊക്കെ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചപ്പോൾ ഇരുവരും അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. കോടതിയിലേക്ക് നീങ്ങുമ്പോഴേക്കും അൻസിബ പ്രതീക്ഷിക്കുന്ന എന്താണ്? ലക്ഷ്മിപ്രിയക്കെതിരായ കേസിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇതൊരു ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ടിനി ടോമിൻ്റെ വിഷയത്തിൽ എന്ത് പ്രതീക്ഷിക്കണം? ഹരി, ഗുഡ് മോർണിംഗ്. ഇത് 2 പരാതികളാണ് അൻസിബ പോലീസിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. അതിലൊന്ന് ലക്ഷ്മിപ്രിയക്കെതിരെയും SI രേഷ്മയ്ക്കെതിരെയുള്ള പരാതി, മറ്റൊന്ന് നടൻ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതി. ഇത് രണ്ടിലും പോലീസ് FIR എടുക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കാനായി അൻസിബ തീരുമാനിച്ചത്. അതിന് നേരത്തെ തന്നെ ലക്ഷ്മിപ്രിയയ്ക്കും SI രേഷ്മയ്ക്കുമെതിരെ കോടതിയെ സമീപിച്ചു. ഇന്നലെ ആ കോടതി വാദം ഈ പോലീസിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പ്രോസിക്യൂട്ടർ ഹാജരാകാത്തതിനാൽ ഇന്ന് ഹർജി മാറ്റിവെക്കുകയായിരുന്നു. 27-ാം തീയതി ഹർജി പരിഗണിക്കും. അതിനിടയിലാണ് ഇന്നിപ്പോൾ ടിനി ടോമിനെതിരെ കോടതിയെ സമീപിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അൻസിബ പറയുന്നതും സമാനമായ കാര്യമാണ്. തനിക്കെതിരായിട്ടുള്ള ഒരു മോശം അനുഭവം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ടിനി ടോം തന്നെ വളരെ മോശമായ രീതിയിൽ പലയിടങ്ങളിലും ചിത്രീകരിച്ചു. അത് പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുത്തില്ല. ടിനി ടോമിനെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഹർജി സമർപ്പിക്കുകയും ചെയ്യുക. അതിനിടയിൽ ഇന്നലെ ലക്ഷ്മിപ്രിയക്കെതിരായിട്ടുള്ള പരാതിയിലെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് അത് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ പോലീസിന്റെ കണ്ടെത്തൽ, അൻസിബ നൽകിയ പരാതി അത് അമ്മയിലെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അതാണ് പിന്നീട് പോലീസിലേക്കും കോടതിയിലേക്കും എത്തിയത് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിലേക്ക് പറയുന്നത്. ഒപ്പം 3 മണിക്കൂർ അൻസിബയെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിരുന്നില്ല. വനിതാ SIക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യം നിലവിലില്ല എന്നുകൂടിയാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. SIയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട സ്വാഭാവികമായ നടപടിക്രമങ്ങൾ, മൊഴിയെടുക്കൽ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻസിബ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന ആരോപണം SIക്ക് മുന്നിൽ ആവർത്തിച്ചിട്ടില്ല. അതായത് പോലീസിന്റെ മുന്നിൽ, അതായത് അൻസിബയുടെ പരാതിയിൽ, ഈ ഹർജിയിലടക്കം പറയുന്നത് താൻ പറയാത്ത പല കാര്യങ്ങളും രേഷ്മ, SI ആയിട്ടുള്ള രേഷ്മ ഈ ഒരു പകർപ്പിൽ അല്ലെങ്കിൽ മൊഴിയിൽ എഴുതി ചേർത്തു എന്നാണ്. പക്ഷേ അതിനെതിരെയും അൻസിബ ഈ ഹർജിയിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു മൊഴി തൃക്കാക്കര ACPക്ക് മുന്നിൽ അൻസിബ ആവർത്തിച്ചില്ല എന്നാണ് ആ പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അൻസിബയുടെ അഭിഭാഷകൻ പറയുന്നത് തന്റെ മുന്നിൽ വെച്ചാണ് അൻസിബ ഈ മൊഴി കൊടുത്തത്. അപ്പോൾ താൻ അത് കൃത്യമായി കേട്ടതാണ്, പറയാത്ത കാര്യങ്ങൾ SI എഴുതി പിടിപ്പിച്ചു എന്നുള്ളത്. പക്ഷെ അത് ഈ റിപ്പോർട്ടിലില്ല എന്നുകൂടിയാണ് ഈ അൻസിബ പറയുന്നത്. മറ്റൊന്ന്, ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോട് അൻസിബയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്നത് ശരിവെച്ചിരിക്കുകയാണ് പോലീസ്. അതായത് അന്നത്തെ ആ സംഭാഷണത്തിനിടയിൽ ലക്ഷ്മിപ്രിയയും അൻസിബയും ഇരിക്കുമ്പോൾ തന്നെ SI രേഷ്മ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെ വിളിക്കുകയും സംസാരിക്കുകയും അപ്പം അൻസിബ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാട്സപ്പ് മെസ്സേജിന്റെ പേരിൽ ലക്ഷ്മിപ്രിയയെ ഭർത്താവ് മർദ്ദിച്ചു എന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ലക്ഷ്മിപ്രിയ അന്നേരത്തിൽ ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റു എന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നില്ല. പക്ഷെ പിന്നീട് ACPക്ക് മുന്നിൽ നൽകിയ മൊഴിയിലാണ് ഭർത്താവ് തന്നെ മർദ്ദിച്ചു എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. അതും ആ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇത് അടങ്ങിയ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഹർജി പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വാദമായിരിക്കും നടക്കുക. അതിലെന്തായാലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ അമ്മയിലെ ഒരു ആഭ്യന്തര തർക്കമാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കും നിയമ നടപടികളിലേക്കും കടന്നിരിക്കുന്നതെന്നാണ് ACP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിലുള്ളത്. അതിനിടയിൽ തന്നെയാണ് ടിനി ടോമിനെതിരെയും അൻസിബ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അൻസിബ അങ്ങനെ കോടതിയിലേക്ക് നീങ്ങുകയാണ്. FIR ഇടാത്ത സാഹചര്യത്തിൽ നേരെ കോടതിയിലേക്ക് പോകുന്നു. ഇന്ന് ഹർജി സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.